കേരളത്തിലെ ഏറ്റവും മികച്ച ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഏതെന്ന ചോദ്യത്തിന് തീർച്ചയായും നമ്മൾ പലരുടെയും ആദ്യ ഉത്തരങ്ങളിലൊന്ന് മൂന്നാർ എന്നതായിരിക്കും. ഇടുക്കി ജില്ലയിലെ ഈ ഹൈ റേഞ്ച് ഡെസ്റ്റിനേഷനും പച്ചക്കറി വിളയുന്ന വട്ടവടയും പഴങ്ങൾ കൃഷിയിറക്കുന്ന കാന്തല്ലൂരും ചന്ദന മരങ്ങൾ നിറഞ്ഞ മറയൂർ കാടുകളും എങ്ങനെ 2 ദിവസം കൊണ്ട് കണ്ട് സന്ദർശിച്ച് മടങ്ങാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. ആദ്യമേ പറയട്ടെ, മൂന്നാർ അങ്ങനെ 2 ദിവസം കൊണ്ട് ഓടിച്ച് കണ്ടു തീർക്കാവുന്ന സ്ഥലമല്ല. എങ്കിലും നമ്മളിൽ ഒട്ടുമിക്ക പേരും ആഴ്ചയിൽ ഒരിക്കൽ വീണ് കിട്ടുന്ന വീക്കെൻഡ് ആയിരിക്കും യാത്രകൾക്ക് തിരഞ്ഞെടുക്കുന്നത്. എന്നതിനാൽ 2 ദിവസം കൊണ്ട് കാണാവുന്ന സ്ഥലങ്ങൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. ഇതിൽ പറയുന്ന സ്ഥലങ്ങൾ അത്രയും കണ്ടു തീർക്കുവാൻ ആദ്യമേ ചില നിബന്ധനകളൊക്കെ ഉണ്ട്. ആദ്യ ദിവസം രാവിലെ 9 മണിക്ക് മുൻപായി മൂന്നാറിലെത്തുക. കഴിയുന്നത് മൂന്നാർ ടൗണിൽ തന്നെ റൂം ബുക്ക് ചെയ്യുക. സാധിക്കുമെങ്കിൽ ശനിയും ഞായറും അല്ലാത്ത ദിവസങ്ങൾ വരികയാണെങ്കിൽ ട്രാഫിക് ബ്ലോക്കുകളിൽ നിന്ന് രക്ഷപ്പെടാം. മുൻകൂട്ടി റൂം ബുക്ക് ചെയ്തിരിക്കണം. ഏറ്റവും അവസാനമായി വീഡിയോയിൽ കാണിക്കുന്ന ക്രമത്തിൽ തന്നെ യാത്ര ചെയ്യാൻ ശ്രമിക്കുക. ഇന്നത്തെ നമ്മുടെ കാഴ്ചകളെല്ലാം കാണാൻ പോകുന്നത് മാട്ടുപ്പെട്ടി റൂട്ടിലാണ്. അത് ചെന്നെത്തുന്നതാകട്ടെ വട്ടവടയിലേക്കും. മൂന്നാർ ടൗണിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് ഈ പാലം കയറി വേണം മാട്ടുപ്പെട്ടി റോഡിലേക്ക് പ്രവേശിക്കാൻ. വലത്തുഭാഗത്ത് ബസ് സ്റ്റാൻഡാണെന്ന് തോന്നുന്നു. നമുക്ക് പാലം കടന്ന് ഇടത്തോട്ട് തിരിഞ്ഞു വേണം പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇന്ന് പോകുന്നത് വട്ടവടക്കാണെങ്കിലും ഈ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് പറയാതെ പോകുന്നത് ശരിയല്ല. മൂന്നാറിൻ്റെ കവാടം എന്നൊക്കെ അറിയപ്പെടുന്ന നേര്യമംഗലം പാലം കഴിഞ്ഞ് അടിമാലി എത്തുന്നതിന് മുൻപാണ് ചീയാപ്പാറ വെള്ളച്ചാട്ടം. താല്പര്യമുള്ളവർക്ക് ഇവിടെ ഇറങ്ങി ഒരു 5 മിനിറ്റ് ചായയൊക്കെ കുടിച്ച് യാത്ര തുടരാം. മാട്ടുപ്പെട്ടി റൂട്ടിൽ അവസാനത്തെ ഡെസ്റ്റിനേഷനാണ് വട്ടവടയെങ്കിലും നമ്മൾ യാത്ര ആരംഭിക്കുന്നത് വട്ടവടയിൽ നിന്ന് പിറകിലോട്ടാണ്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഈ റൂട്ടിലെ സ്ഥലങ്ങളെല്ലാം ഒറ്റ ദിവസം കൊണ്ട് കവർ ചെയ്യാൻ സാധിക്കും. സ്ട്രോബെറി അടക്കം ഒട്ടുമിക്ക വിളകളും കൃഷി ചെയ്യുന്ന തമിഴ് സംസാരിക്കുന്ന ജനങ്ങളുള്ള ചെറിയൊരു ഗ്രാമമാണ് വട്ടവട. ഇവിടെ നമുക്ക് കൃഷികൾ കാണാനും പച്ചക്കറികൾ നേരിട്ട് വാങ്ങുവാനും സാധിക്കും. ഇവിടെ ജീപ്പ് സഫാരി ഉണ്ടെങ്കിലും അതിന് കാത്തു നിന്നാൽ നമുക്ക് സമയം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. വട്ടവടയിൽ നിന്ന് വന്ന വഴി 10 കിലോമീറ്ററോളം തിരികെ വന്നാൽ ടോപ്പ് സ്റ്റേഷനിലേക്കുള്ള പാർക്കിംഗ് കാണാം. ഇവിടെ നിന്ന് കുറച്ച് ട്രക്ക് ചെയ്ത് വേണം വ്യൂ പോയിന്റിലേക്ക് എത്തിച്ചേരാൻ. മഞ്ഞ് പുതച്ച് കിടക്കുന്ന മൂന്നാർ മലനിരകളുടെ നല്ലൊരു വ്യൂ നമുക്ക് ഇവിടെ കിട്ടും. ഉച്ചഭക്ഷണം ഇവിടെയുള്ള ഹോട്ടലുകളിൽ നിന്ന് കഴിക്കുകയുമാവാം. ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് വീണ്ടും മൂന്നാർ ടൗൺ ഭാഗത്തേക്ക് മടങ്ങുമ്പോൾ കാണുന്നതാണ് എക്കോ പോയിന്റ്. ഇവിടെ ഇക്കരെ നിന്ന് ശബ്ദിച്ചാൽ അതിൻ്റെ എക്കോ മറുകരയിൽ നിന്ന് പ്രതിഫലിക്കും എന്നതിനാലാണ് എക്കോ പോയിന്റ് എന്ന പേര് വീഴാൻ കാരണം. ഇവിടെ ബോട്ടിങ്ങും കൊട്ടവഞ്ചിയും എല്ലാം ലഭ്യമാണ്. മാട്ടുപ്പെട്ടി ഡാം. എക്കോ പോയിന്റിൽ നിന്ന് മടങ്ങിയാൽ അടുത്തത് മാട്ടുപ്പെട്ടി ഡാമിന് മുകളിലൂടെയാണ് തിരിച്ചു വരിക. എക്കോ പോയിന്റ് കണ്ടവർ ഇവിടെ ഇറങ്ങി സമയം കളയേണ്ടതില്ല. അടുത്തത് കണ്ണൻദേവൻ പ്ലാന്റേഷൻസിൻ്റെ റിപ്പിൾ ടീ ഫാക്ടറിയാണ്. ചായ ഉണ്ടാക്കുന്നത് കാണുന്നതോടൊപ്പം വിവിധ ഫ്ലേവറുകളിലുള്ള ചായപ്പൊടികളും ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇതേ റൂട്ടിൽ തന്നെയാണ് കാർമൽഗിരി ബോട്ടാനിക്കൽ ഗാർഡനും റോസ് ഗാർഡനൊക്കെ ഉള്ളതെങ്കിലും 2 ദിവസത്തെ യാത്രക്കാർക്ക് ഞാൻ ഇതൊന്നും സജസ്റ്റ് ചെയ്യുന്നില്ല. ആനസവാരി ഇഷ്ടപ്പെടുന്നവർക്ക് കാർമൽഗിരി എലിഫന്റ് പാർക്ക് സന്ദർശിക്കാവുന്നതാണ്. പ്രവേശനം സൗജന്യമാണ്. സഫാരി ഉദ്ദേശിക്കുന്നെങ്കിൽ ഇന്നത്തെ ദിവസം രാവിലെ വട്ടവട പോകുന്ന സമയത്തോ പിറ്റേ ദിവസം ഏർലി മോർണിംഗോ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇതോടുകൂടി നമുക്ക് ആദ്യ ദിവസത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കാവുന്നതാണ്. എരവികുളം നാഷണൽ പാർക്ക് രാവിലെ 8 മണിക്ക് തന്നെ ഓപ്പൺ ആവും. ഇവിടം സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർ ഓൺലൈനായിട്ട് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യുക. രാവിലെ ഓപ്പൺ ആവുന്ന സമയത്ത് തന്നെ എത്തിയാൽ തിരക്ക് ഒഴിവാക്കാൻ സാധിക്കും. നമ്മുടെ ലക്ഷ്യസ്ഥാനമായ മറയൂരിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് എരവികുളം നാഷണൽ പാർക്ക്. അതിനുശേഷം ലക്കം വാട്ടർഫാൾസ് കൂടി സന്ദർശിക്കാൻ സാധിക്കും. ഇനി അങ്ങോട്ട് മറയൂരിലേക്ക് എത്തുന്നത് വരെ റോഡിന് ഇരുവശവും ധാരാളം ചന്ദനക്കാടുകൾ കാണാൻ സാധിക്കും. ഭാഗ്യമുണ്ടെങ്കിൽ ധാരാളം മൃഗങ്ങളെയും നിങ്ങൾക്ക് ഈ റൂട്ടിൽ കാണാം. ചന്ദനക്കാടുകൾക്ക് പുറമെ മറയൂരും സമീപ പ്രദേശങ്ങളിലുമായി പ്രവർത്തിക്കുന്ന ശർക്കര ഫാക്ടറികൾക്കും പേര് കേട്ടതാണ് മറയൂർ. ധാരാളം ശർക്കര ഫാക്ടറികൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും.
മറയൂർ ടൗണ് കഴിഞ്ഞ് ഒരു പെട്രോൾ പമ്പിനോട് സമീപം വലത്തോട്ട് 14 കിലോമീറ്റർ സഞ്ചരിച്ചാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ കാന്തല്ലൂർ എത്തിപ്പെടുക. അതിന് ഇടയിലായിട്ട് പ്രാചീന കാലഘട്ടത്തിൽ, അതായത് BC കാലഘട്ടത്തിൽ നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്ന മുനിയറകൾ കൂടി നമുക്ക് സന്ദർശിക്കാൻ സാധിക്കും. മുനിയറയിൽ നിന്ന് 4 കിലോമീറ്ററോളം മുമ്പോട്ട് പോയാൽ നമുക്ക് കാന്തല്ലൂർ എത്താൻ സാധിക്കും. ധാരാളം പഴത്തോട്ടങ്ങളുള്ള ഒരു പ്രദേശമാണ് കാന്തല്ലൂർ. പഴങ്ങൾ വളർത്തുന്നത് കാണാനും പഴങ്ങൾ നേരിട്ട് കർഷകരിൽ നിന്ന് വാങ്ങാനും ഇവിടെ സൗകര്യമുണ്ട്. ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് സീസൺ. കാന്തല്ലൂരിൽ നിന്ന് മറയൂരിലേക്ക് തന്നെ മടങ്ങി ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി വഴി പൊള്ളാച്ചി എത്താൻ സാധിക്കും. പൊള്ളാച്ചിയിൽ നിന്ന് പാലക്കാടോ തൃശ്ശൂർ വഴി നമുക്ക് കേരളത്തിലേക്ക് ഈസിയായിട്ട് എത്താൻ സാധിക്കും. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെങ്കിൽ, റൂം ബുക്കിങ്ങും മറ്റോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താങ്ക്